ദുരന്തത്തെ നേരിടൽ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അസീം മിശ്ര. ഇന്നത്തെ ഭാഗത്തിൽ നാം ചുഴലിക്കൊടുങ്കാറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യും. നിങ്ങൾക്കേവർക്കും അറിവുള്ളതാണ്, നമ്മുടെ കിഴക്കൻ തീരവും പടിഞ്ഞാറൻ കടൽ തീരവും ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ഭീഷണിയിലാണ്. എല്ലാ വർഷവും നമ്മളിത് അനുഭവിക്കുന്നതുമാണ്. ഈ മേഖലയിലെ സംസ്ഥാനങ്ങൾ പലപ്പോഴും ഇതിൻ്റെ ദുരന്തഫലം അനുഭവിക്കും. ഈ ചുഴലിക്കൊടുങ്കാറ്റിനെ നേരിടാൻ ജനങ്ങളും സമൂഹവും സർക്കാരും എത്രത്തോളം തയ്യാറാണ്? ചുഴലിക്കൊടുങ്കാറ്റിനെ സംബന്ധിച്ച കൃത്യമായ അറിയിപ്പ് നമുക്ക് ലഭ്യമാകും. ഏത് തരത്തിലുള്ള അറിയിപ്പുകളാണ് നമുക്ക് ലഭിക്കേണ്ടത്? പൗരൻ എന്ന നിലയിൽ നാം എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം? അതിലൂടെ ജീവനും സ്വത്തും അപകടരഹിതമാകണം. ഈ വിഷയത്തിൽ വിദഗ്ധരായ അതിഥികൾ ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ രാജേന്ദ്ര സിംഗ് ജിയെ. അദ്ദേഹം NDMA മെമ്പറാണ്. രണ്ടാമത്തെ അതിഥി ശ്രീ ഗംഭീർ സിംഗ് ചൗഹാൻജിയാണ്. അദ്ദേഹം NDRFലെ DIG ആണ്. താങ്കൾക്കും ഹൃദ്യമായ സ്വാഗതം. മൂന്നാമതായി നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ DR ഫട്നാഗർജിയാണ്. അദ്ദേഹം RSMCയിലെ ശാസ്ത്രജ്ഞനാണ്. നമ്മുടെ നാലാമത്തെ അതിഥി ശ്രീ പരാഗ് തലങ്കർജിയാണ്. അദ്ദേഹം പ്ലാനിംഗ് ആൻഡ് മൊബിലൈസേഷൻ സീഡ്സിൻ്റെ ഡയറക്ടറാണ്. നമ്മോടൊപ്പം ഓൺലൈനിൽ ശ്രീ സഞ്ജയ് മല്ലിജിയും പങ്കെടുക്കുന്നു. അദ്ദേഹം സെക്ടർ മാനേജരാണ്. ഗുജറാത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. താങ്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ചോദ്യം ശ്രീ രാജേന്ദ്ര സിംഗ് ജിയോടാണ്. നാം മുൻ വർഷങ്ങളിലും ഇപ്പോഴും കണ്ടത് ചുഴലിക്കൊടുങ്കാറ്റിനെ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ നടക്കുന്ന തയ്യാറെടുപ്പുകൾ ഓരോ വർഷവും മികച്ച രീതിയിൽ മുന്നേറുന്നു എന്നുള്ളതാണ്. NDMAയിലെ അംഗമായ താങ്കളോട് എൻ്റെ ആദ്യ ചോദ്യം ഇതാണ്. ചുഴലിക്കൊടുങ്കാറ്റിനെ സംബന്ധിച്ച വ്യക്തമായ വിവരം മുൻകൂട്ടി ലഭിച്ചാൽ നാശനഷ്ടങ്ങളും കുറഞ്ഞിരിക്കും. നിലവിൽ മുൻകൂട്ടി വിവരം നൽകാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ ഗുണകരമാകും. വളരെയധികം നന്ദി. താങ്കൾ പറഞ്ഞതുപോലെ മുൻകൂട്ടി അറിവ് നൽകുന്ന സംവിധാനം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ NDMAയ്ക്ക് ചുഴലിക്കാറ്റിനെ സംബന്ധിച്ചും അതിൻ്റെ ഗതി സംബന്ധിച്ചും വിവരം ലഭിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ 4ആയി വിഭജിക്കാം. ഒന്നാമത്തേത് ഇത് സംബന്ധിച്ച വിവരം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. ഇതിനായി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സൈറൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റേഡിയോയിലൂടെ മാസ് മെസ്സേജിങ്ങിലൂടെ വിവരങ്ങൾ നൽകാറുമുണ്ട്. ഒപ്പം TV-യിലൂടെയും വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇത് അവസാനത്തെ ആളിൽ വരെ എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത് ചുഴലിക്കാറ്റ് രൂപം പ്രാപിച്ചാൽ ഉടൻ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിൽ ദുരന്തബാധിത മേഖലയിലെ ചീഫ് സെക്രട്ടറിമാരും നിരവധി വിഭാഗങ്ങളിലെ സെക്രട്ടറിമാരും ഉൾപ്പെടുന്നു. ജില്ലാ ഭരണകൂടത്തെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജാഗരൂകരാക്കുന്നു. കാരണം ഓരോ ജില്ലയും PWD, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങളെ ജാഗരൂകരാക്കേണ്ടതുണ്ട്. കാരണം ചുഴലിക്കാറ്റ് സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ അവർ അവലോകനം ചെയ്യണം. കടലിനുള്ളിലേക്ക് പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അറിയിപ്പുകളും നൽകുന്നു. 20 കിലോമീറ്ററിന് പുറത്തേക്ക് പോയിട്ടുള്ളവർക്ക് സന്ദേശം എത്തിക്കുന്നതിന് ആംഡ് ഫോഴ്സുകളുടെ, അതായത് നേവി, തീരദേശ സംരക്ഷണ സേന എന്നിവരുടെ സഹായം തേടുന്നുണ്ട്. ഇതിലൂടെ അപകടത്തിന് മുൻപ് അവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നു. നാലാമത്തേത്, ഏറ്റവും പ്രധാന കാര്യം, കിഴക്കും പടിഞ്ഞാറും കടലിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ എണ്ണഖനന കേന്ദ്രങ്ങൾ, അവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും കൃത്യമായ സൂചന നൽകി അവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു. മുൻകൂട്ടിയുള്ള സൂചനാ സംവിധാനത്തിന് ഇതിൽ മുഖ്യമായ പങ്കുണ്ട്. നന്ദി സാർ. താങ്കൾ വിശദമായി വിശദീകരണം നൽകി. നമുക്കറിയാം, മുൻകൂട്ടിയുള്ള അറിയിപ്പ് സംവിധാനങ്ങൾ നിലവിൽ വന്നതോടെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ മരണസംഖ്യ നമുക്ക് കാര്യമായി കുറയ്ക്കാനായി. അടുത്ത കാലത്ത് നാശനഷ്ടങ്ങളുടെ തോതും കുറവാണ്. എൻ്റെ അടുത്ത ചോദ്യം ശ്രീ ചൗഹാൻ സാഹബ് താങ്കളോടാണ്. താങ്കളുടെ വിഭാഗത്തിന് അറിയിപ്പുകൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഏതെല്ലാം വിഭാഗങ്ങളുമായി ചേർന്നാണ് താങ്കൾ പ്രവർത്തിക്കുന്നത്? വളരെയധികം നന്ദി. നേരത്തെ സാർ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വിഭാഗത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് സൂചന ലഭിക്കുന്നത്.
പോർട്ടലിലൂടെയും മെയിലിലൂടെയും അത് ഞങ്ങൾക്ക് ലഭിക്കുന്നു. സൂചന ലഭിച്ചാലുടൻ ആ പ്രദേശത്തുള്ള ഞങ്ങളുടെ പ്രവർത്തകരെ ജാഗരൂകരാക്കുന്നു. തയ്യാറെടുപ്പുകൾ നടത്താൻ അവർക്ക് നിർദ്ദേശം നൽകുന്നു. അതിനുശേഷം അവിടുത്തെ സംസ്ഥാന ഭരണകൂടവുമായും ജില്ലാ ഭരണകൂടവുമായും തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് ഞങ്ങൾ നിരന്തരം ബന്ധം സ്ഥാപിക്കുന്നു. പോലീസ്, ആരോഗ്യ വിഭാഗം, PWD, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരുമായി ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകോപിപ്പിക്കുന്നു. തുടർന്ന് ചുഴലിക്കാറ്റിനെ സംബന്ധിച്ച അപ്ഡേറ്റുകൾ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ വെലോസിറ്റി, ഗതിവേഗത എന്നിവ ഞങ്ങൾ കാലാവസ്ഥാ വിഭാഗവുമായി ചേർന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിലയിരുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളിടങ്ങളിൽ നിന്നും സേനാംഗങ്ങളെ എത്തിക്കേണ്ടി വരുന്നെങ്കിൽ അതിന് അവരെ തയ്യാറാക്കുകയും എയർ ലിഫ്റ്റിംഗ് വഴി അവരെ ദുരന്തമേഖലയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഞങ്ങൾ ആ പ്രദേശത്തെ പ്രാദേശിക ഭരണകൂടവുമായി ഒത്തുചേർന്ന് സ്ഥലത്ത് തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഭട്നാഗർജി, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് 1977 15,000 പേരും 1999 10,000 ആളുകളും മരണപ്പെട്ടു. എന്നാൽ ഇപ്പോൾ മരണസംഖ്യ വളരെ കുറവാണ്. ഇത്രയും കാലയളവിൽ ഇത്രയും വലിയ നേട്ടം എങ്ങനെ കൈവരിക്കാനായി? വളരെയധികം വിഭാഗങ്ങളുടെ പ്രവർത്തന ഫലമായാണ് നാം ഇത്രയും നേട്ടം കൈവരിച്ചത്. കാരണം നമ്മുടെ നിരീക്ഷണ സംവിധാനം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. മറ്റൊന്ന് സാറ്റലൈറ്റുകളാണ്. ഇപ്പോൾ നമുക്ക് ഓരോ 15 മിനിറ്റിലും സാറ്റലൈറ്റുകളിൽ നിന്ന് ചിത്രങ്ങൾ ലഭിക്കുന്നു. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് വേഗത്തിൽ ഇതിലൂടെ മനസ്സിലാക്കാനാകും. ഇപ്പോഴുള്ള സംവിധാനത്തിലൂടെ ന്യൂമറിക്കൽ മോഡലുകളിലൂടെ 15 ദിവസം മുമ്പ് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാകും. 15 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആൻഡമാൻ പോലുള്ള ഏതെങ്കിലും മേഖലയിൽ ലോ പ്രഷർ ഏരിയ രൂപം പ്രാപിക്കുന്നുവെങ്കിൽ അതും മനസ്സിലാക്കാനാകും. അത് മോണിറ്റർ ചെയ്യാനായി ഞങ്ങൾ അലർട്ടാകുന്നു. അത് മനസ്സിലാക്കി ഞങ്ങൾ മുൻകൂട്ടി തന്നെ വിവരങ്ങൾ NDMAയ്ക്കും NDRFനും കൈമാറുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ തീരത്തോ മറ്റു മേഖലകളിലോ ഏത് പ്രദേശത്തായാലും അപകട സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി ഓരോ ദിവസവും സംഭവിക്കാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നു. മോഡൽ നെറ്റ്വർക്ക്, അതായത് അടുത്ത ദിവസങ്ങളിൽ റഡാറുകളും വിവരശേഖരണത്തിനായി നാം പ്രയോജനപ്പെടുത്തുന്നു. ഇപ്പോൾ ഇതിനായി 49 റഡാറുകൾ ഉപയോഗിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ എണ്ണം 15 അല്ലെങ്കിൽ 16 ആയിരുന്നു. ഇതിലൂടെ ഞങ്ങളുടെ പ്രവർത്തനം മുൻകാലത്തേതിൽ നിന്നും 45% വരെ മെച്ചപ്പെട്ടു. നിലവിലെ സാങ്കേതിക വിദ്യയിലൂടെ പ്രവചനങ്ങൾ കൂടുതൽ കൃത്യത കൈവരിക്കുന്നു. ഏത് തരത്തിൽ ഇത് ബാധിക്കുമെന്നും നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിലൂടെ നാശനഷ്ടങ്ങളുടെ തോതും കുറയ്ക്കാൻ കഴിയുന്നു. നമ്മോടൊപ്പം ശ്രീ സഞ്ജയ് മല്ലുജിയും ഉണ്ട്. അദ്ദേഹം സെക്ടർ മാനേജരാണ്. സഞ്ജയ് ജി, താങ്കളോട് ചോദിക്കാനുള്ളത്, രാജ്യത്തിന്റെ കിഴക്കൻ തീരമായാലും പടിഞ്ഞാറൻ തീരമായാലും ചുഴലിക്കൊടുങ്കാറ്റിന്റെ ആധിക്യം ഇവിടെ കാര്യമായി ബാധിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം ബിപർജോയ് കൊടുങ്കാറ്റിനെ നേരിട്ടു. ഗുജറാത്തിലും മറ്റു മേഖലകളിലും ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ആ മേഖലയിലെ സെക്ടറൽ മാനേജരാണ്. ഈ കൊടുങ്കാറ്റിനെ എങ്ങനെ നേരിടാനായി? താങ്കളുടെ അനുഭവം പങ്കുവയ്ക്കാമോ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുൻകൂട്ടിയുള്ള പ്രവചനങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഞങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായി. ഞങ്ങൾ സ്വീകരിച്ച നടപടികളെല്ലാം ശരിയായിരുന്നു. മഴയെ സംബന്ധിച്ച് നൽകിയ വിവരങ്ങളും കൃത്യമായിരുന്നു. അതിലൂടെ ഞങ്ങൾ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രി, ജില്ലാ അധികാരികൾ എല്ലാവരുമായി മുഴുവൻ സമയവും ആശയവിനിമയം തുടർന്നു. അതിൽ CRF, NDRF സംഘത്തിലെ റോളും പ്രധാനപ്പെട്ടതായിരുന്നു. നിർദ്ദേശങ്ങൾ പാലിച്ച് അവർ കൃത്യമായും പ്രവർത്തിച്ചു. പല പ്രാവശ്യങ്ങളിലുണ്ടായ കൊടുങ്കാറ്റുകളിൽ നിന്ന് നിരവധി പാഠങ്ങൾ ഞങ്ങൾ പഠിച്ചു. നമ്മോടൊപ്പം ശ്രീ പരാഗ് തലങ്കർജിയും ഉണ്ട്. അദ്ദേഹം പ്ലാനിംഗ് ആൻഡ് മൊബൈലൈസേഷൻ സീഡ്സ് ഇന്ത്യയുടെ ഡയറക്ടറാണ്. തലങ്കർജി, മുൻപ് ഇവിടെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ, ചുഴലിക്കൊടുങ്കാറ്റ് പോലുള്ള ദുരന്തങ്ങളിൽ താങ്കളുടെ സംഘം പങ്കാളിത്തം എങ്ങനെ നിർവഹിക്കുന്നു? താങ്കൾ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണത്തിന് NGOകളുടെ പങ്ക് മുഖ്യമാണ്. കാരണം അവരാണ് പ്രദേശത്തെ ആളുകൾക്കൊപ്പം ആദ്യം ചേരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. സമൂഹത്തിന് ആവശ്യങ്ങൾ നിരവധിയാണ്. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഇതിൽ തന്നെ നിരവധി വിഭാഗങ്ങളുണ്ട്. ഗർഭിണികളായ സ്ത്രീകളുണ്ടാവും, രോഗികളുണ്ടാവും. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പ്രദേശത്ത്
പദ്ധതികൾ തയ്യാറാക്കേണ്ടത്. അവിടെ ടാസ്ക് ഫോഴ്സുകൾ ഉൾപ്പെടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സൂചനകൾ വേഗത്തിൽ ലഭിക്കുന്നു. ഇന്ന് സാമൂഹിക മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വാട്സാപ്പ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. ഇതോടൊപ്പം തെറ്റിദ്ധാരണകളും പടരും. അതിനാൽ ശരിയായ ഇടത്തു നിന്നും ശരിയായി ലഭിക്കുന്ന വിവരങ്ങളാണ് വിശ്വസിക്കേണ്ടത്. പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, ആരോഗ്യ പരിരക്ഷ, ചുരുക്കി പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കണം. ഇനി ഒരിടവേള. നിങ്ങൾ ഞങ്ങളോടൊപ്പം തുടരുക. Do not enter waterlogged areas or roads during rains. Your vehicle can get trapped in sinkholes underwater. Your car's electronic system can get damaged. Doors and windows may get jammed and lead to suffocation, even death. Listen to radio, surf the internet for latest weather updates during the rainy season. Always keep a hammer in your car for safety. Do not drive through flowing water. Even half a meter of water can sweep your vehicle away. Do not stand near electric poles during rains. Beware of broken electric wires. Be smart, be prepared. Issued in public interest by NDMA. यदि आप मछुआरे हैं तो चक्रवात के मौसम में ज्यादा सतर्क रहें। जाल में ज्यादा मछलियां फंसाने के चक्कर में कहीं आप ही न फंस जाएं। इन साधारण लेकिन जीवन रक्षी उपायों पर ध्यान दें। मौसम की ताजा जानकारी के लिए रेडियो सुनें, टीवी देखें और समाचार पत्र पढ़ें। अपने मोबाइल फोन चार्ज रखें। फोन की बैटरी बचाने के लिए SMS का उपयोग करें। अपने रेडियो सेट के लिए अतिरिक्त बैटरियां रखें। अपनी नाव या राफ्ट सुरक्षित स्थान पर बांध कर रखें। चक्रवात की चेतावनी दिए जाने पर समुद्र में न जाएं। सावधान रहें, सुरक्षित रहें। तैयारी में ही समझदारी। राष्ट्रीय आपदा प्रबंधन प्राधिकरण, भारत सरकार द्वारा जनहित में जारी। ഇടവേളയ്ക്ക് ശേഷം ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നാം ചർച്ച ചെയ്യുന്നത് ദുരന്ത നിവാരണത്തെക്കുറിച്ചാണ്. ദുരന്ത നിവാരണത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൈക്ലോൺ, അതായത് ചുഴലി കൊടുങ്കാറ്റിനെ സംബന്ധിച്ചാണ്. ഇത് നമുക്ക് എങ്ങനെ നേരിടാം? നമ്മോടൊപ്പം NDMA മെമ്പർ രാജേന്ദ്ര സിംഗ് ജി ഉണ്ട്. സർ, അടുത്ത ചോദ്യം താങ്കളോടാണ്. സർക്കാർ ദുരന്ത നിവാരണത്തിനായി ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്, ആപദ മിത്ര യോജന. ഈ പദ്ധതി എന്താണെന്ന് വിശദീകരിക്കാമോ? ഇതെങ്ങനെ സാധാരണക്കാർക്കും പ്രയോജനപ്പെടുത്താം? 2020 ആരംഭിച്ച ഒരു മുഖ്യ പദ്ധതിയാണ് ആപദാ മിത്ര യോജന. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള 750 ജില്ലകളിൽ 350 ജില്ലകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഭൂകമ്പം, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ് മുതലായവ ബാധിക്കാൻ സാധ്യതയുള്ളവ. ദുരന്തങ്ങളിൽ എപ്പോഴും പ്രദേശത്തെ ആളുകളാണ് കൂടുതൽ അകപ്പെടുക. NDRF, പോലീസ്, NGO എന്നിവർ അവിടെ എത്തിച്ചേരുവാൻ അല്പസമയമെടുക്കുന്നു. പ്രദേശത്തെ ആളുകളെ ദുരന്ത നിവാരണത്തിന് പ്രാപ്തരാക്കുന്നതിനാണ് ആപദ മിത്ര സ്കീം ആരംഭിച്ചത്. 350 ജില്ലകളിൽ ഇതിനായി 1,00,000 വോളണ്ടിയർമാരെ തയ്യാറാക്കിയിട്ടുമുണ്ട്. ജില്ലാതലത്തിലാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഇവർ ശാരീരിക ക്ഷമത ഉള്ളവരും 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവരുമാണ്. ഇതിൽ 75,000 പുരുഷന്മാരും 25,000 പേർ ആപദ സഖിമാർ, അതായത് സ്ത്രീകളുമാണ്. ഇത് പ്രധാനമന്ത്രി ദുരന്ത നിവാരണത്തിനായി എടുത്തിട്ടുള്ള 10 പ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണ്. അതിൽ മൂന്നാമതായി ലക്ഷ്യം വയ്ക്കുന്നത് ദുരന്ത നിവാരണത്തിൽ സ്ത്രീ ശാക്തീകരണമാണ്. അതിനാലാണ് 25,000 സ്ത്രീകൾക്ക് അവസരം നൽകിയത്. നമ്മോടൊപ്പം ദില്ലിയിലെ ലൗലി പബ്ലിക് സ്കൂളിലെ മിടുക്കരായ കുട്ടികളും ചേരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നമ്മുടെ അതിഥികളോട് ചോദിക്കാനുണ്ടെങ്കിൽ ആകാം. സർ, ഞാൻ ലവ്ലി പബ്ലിക് സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചുഴലിക്കാറ്റിനെതിരായി ഞങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്തെല്ലാമാണ്?
ചുഴലിക്കൊടുങ്കാറ്റിനെ സംബന്ധിച്ച അറിയിപ്പുകളോടൊപ്പം നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ നാം കൃത്യമായും പാലിക്കുക എന്നതാണ് ആദ്യത്തേത്. ഓരോ വീടുകളിലെയും ജനലുകൾ അടച്ചിടണം. വൈദ്യുതി ലൈറ്റുകളും ഉപകരണങ്ങളും ഓഫാക്കി വയ്ക്കുക. ഇത്തരത്തിലുള്ള സമയങ്ങളിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. പശു, പക്ഷി, മൃഗാദികൾ എന്നിവയെ സുരക്ഷിതമാക്കുക. സാധാരണയായി സൈക്ലോൺ 3-4 ദിവസം നീണ്ടു നിൽക്കും. ഭക്ഷണപദാർത്ഥങ്ങളും മരുന്നുകളും ആവശ്യത്തിന് കരുതണം. കാരണം സൈക്ലോൺ കാലത്ത് പ്രയാസം നേരിടരുത്. ഇക്കാര്യങ്ങൾ ഓരോ വീട്ടിലും നമ്മൾ പാലിച്ചേ മതിയാവൂ. പരാഗ്ജി, ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചുരുക്കി പറഞ്ഞാൽ കൾച്ചർ ഓഫ് പ്രിപ്പയർഡ്നെസ് ഉണ്ടാവുക എന്നതാണ് പ്രധാനം. പണ്ട് ദുരന്തങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് മാത്രമാണ് പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ട കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. നിങ്ങൾക്കും കർത്തവ്യങ്ങൾ നിറവേറ്റാനുണ്ട്. നിങ്ങൾ സ്കൂളുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ് മനസ്സിലാക്കണം. സ്കൂളുകളിൽ ഇത് സംബന്ധിച്ച പരിശീലനങ്ങൾ ലഭിക്കുന്നു, മോക്ക് ഡ്രിൽ നൽകുന്നു. ഇത് സംബന്ധിച്ച കരിക്കുലവും നിലവിലുണ്ട്. സ്കൂളിൽ സ്കൂൾ സേഫ്റ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ നിലവിലുണ്ട്. ഇതിൻ്റെ മെത്തേഡുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളിൽ ആർക്കെങ്കിലും ഇനിയും സംശയം ചോദിക്കാനുണ്ടോ? സാർ, ഞാൻ ദില്ലി ലവ്ലി പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആപദാ മിത്ര ആപ്പിലൂടെയുള്ള സേവന പ്രവർത്തനങ്ങളിൽ വോളണ്ടിയർമാരുടെ പങ്ക് എന്താണ്? നോക്കൂ, ആപദാ മിത്ര സ്കീം 15 മുതൽ 35 വരെയുള്ള യുവാക്കളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. രണ്ടാമത്തെ സ്കീം ഭാരതത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും ഉടൻ ലോഞ്ച് ചെയ്യും. അതിൽ ഞങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS, NCC, NYKS എന്നിവരെ ചേർത്ത് ഒരു യുവ ആപദാ മിത്ര സ്കീം നടപ്പിലാക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് പരിശീലനവും കിറ്റുകളും നൽകും. കാരണം ദുരന്തങ്ങളിൽ നിങ്ങളുടെ ശരിയായ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇനി ഒരിടവേള, ഞങ്ങളോടൊപ്പം തുടരും. You cannot stop the damage outside, but you can very well be safe inside. Your own house can be your safest shelter if you have secured it well and have maintained strong doors and windows. But it is still important that you take the precautions. Switch off electrical mains and gas connection. Keep doors and windows shut. Listen to the radio. Rely only on official warnings. Do not venture out until the official all clear message. Drink only boiled or chlorinated water. For any reason, if your house is unsafe, leave early before the onset of a cyclone. Alertness is the key. Be smart, be prepared. Issued in public interest by NDMA, Government of India. बाढ़ एक प्राकृतिक आपदा है जो कभी भी आ सकती है। डरे नहीं, बस जरूरत है उसकी आहट को समझने की और सावधानी रखने की। बारिश के समय रेडियो, टीवी, न्यूज़पेपर के द्वारा जानकारी लेते रहें। अफवाहों पर ध्यान न दें, विचलित न हो, केवल सतर्क रहें। अपने मोबाइल को चार्ज रखें। SMS का उपयोग करें जिससे बैटरी की लाइफ बचे। भारी बारिश के समय घर से बाहर न निकलें। अपने जरूरी सामान जैसे सूखे कपड़े, टॉर्च, खाने का सूखा सामान, पीने का पानी और प्राथमिक चिकित्सा सामग्री की किट तैयार रखें। जरूरी कागजात जैसे परिवार के सभी सदस्यों के पहचान पत्र वाटरप्रूफ बैग में रखें। गैस और बिजली की सप्लाई बंद कर दें। तैयारी में है समझदारी। NDMA द्वारा जनहित में जारी। ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി സ്വാഗതം. ദുരന്ത നിവാരണം എന്ന ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത് മറ്റ് പ്രധാന ചോദ്യങ്ങൾ നമുക്ക് ഉന്നയിക്കാം. ചൗഹാൻ സാർ, ഇതിനുത്തരം താങ്കളിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്നു. സർ, നമുക്കറിയാം NDRFിൻ്റെ പങ്ക് ഈ മേഖലയിൽ നിസ്തുലമാണ്. വോളണ്ടിയേഴ്സ് ആയാലും പ്രാദേശിക കമ്മ്യൂണിറ്റി ആയാലും NDRF എങ്ങനെയാണ് ഇവരെ ദുരന്തകാലത്ത് പ്രയോജനപ്പെടുത്തുന്നത്? ദുരന്തമേഖലയിൽ ആദ്യമെത്തുന്നത് അവിടുത്തെ പ്രാദേശിക ജനവിഭാഗമാണ്. അവർക്ക് ദുരന്ത നിവാരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കാനുണ്ട്. അവിടുത്തെ ഭൂമിശാസ്ത്രം അവർക്ക് പരിചിതമാണ്.
തുടക്കത്തിൽ അവർക്ക് ലഭിക്കുന്ന അറിവുകൾ ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ്. ഇത് നിലനിർത്തുന്നതിനായി ഞങ്ങളുടെ NDRF അംഗങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡിംഗിൽ സ്കൂളുകളിലെത്തി പരിശീലനം നൽകാറുണ്ട്. പ്രാദേശിക ഏജൻസികളുമായി ചേർന്ന് മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നു. പരിശീലനത്തിൽ സൈക്ലോൺ വരുന്ന സമയത്ത് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം, എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, ഇത് സംബന്ധിച്ച അറിവും നൽകുന്നു. ഇക്കാര്യങ്ങളിൽ ഞങ്ങൾ വോളണ്ടിയർമാരുടെ സഹായം തേടുന്നു. അത് ഞങ്ങൾക്ക് വളരെ ഗുണകരവുമാണ്. റിലീഫ് മെറ്റീരിയൽ വിതരണത്തിൽ, റോഡുകളുടെ ശുചീകരണത്തിൽ, മിക്ക കാര്യങ്ങളിലും ഞങ്ങൾ ഇവരുമായി സഹകരിക്കുന്നു. പട്നായിക് സാർ, താങ്കളോട് ഒരു ചോദ്യം. മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിൽ ഏജൻസികൾ വളരെ ആക്റ്റീവാണ്. ഇതിലൂടെ മരണസംഖ്യയും കുറയുന്നുണ്ട്. എങ്കിലും വാഹനങ്ങളിൽ മരങ്ങൾ വീണുള്ള അപകടങ്ങൾ പോലുള്ള ധാരാളം ഫിസിക്കൽ ഡാമേജുകൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഫിസിക്കൽ ഡാമേജുകൾ നമുക്കെങ്ങനെ കുറയ്ക്കാനാകും? അതെ, അടുത്ത കാലത്ത് ഇത്തരം ദുരന്തങ്ങളിൽ മരണസംഖ്യ വളരെ കുറവാണ്. മുൻകാലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരുന്നു. 10 വർഷത്തിനുള്ളിൽ കെട്ടിടങ്ങളും വാഹനങ്ങളും എത്ര വർദ്ധിച്ചുവെന്ന് നോക്കുക. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ, മുന്നറിയിപ്പ് സംവിധാനങ്ങളിലൂടെ മരണസംഖ്യ കുറയ്ക്കാനായി. മറ്റുള്ള നാശനഷ്ടങ്ങളും പരമാവധി കുറയ്ക്കാനുള്ള പരിശ്രമവും നടക്കുന്നുണ്ട്. ഇതിനായി സെക്ടറൽ അഡ്വൈസ് എന്ന സംവിധാനം നടപ്പിലാക്കുകയാണ്. ദുരന്ത ബാധിത മേഖലകളിൽ ഇതിലൂടെ മേഖല തിരിച്ച് ഉപദേശം നൽകും. ഇതിലൂടെ പ്രോപ്പർട്ടി ലോസ് പരമാവധി കുറയ്ക്കാനാകും. സജേദ് ആപ്പ് NDMA വികസിപ്പിച്ചതായി താങ്കൾ പറഞ്ഞു. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ ജനങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ലഭിക്കുന്നു? ഇതിൽ കോമൺ പ്രോട്ടോക്കോളുകളാണുള്ളത്. എല്ലാ സൂചനകളും ഒരു നമ്പറിൽ ലഭിക്കും. സജേദ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എവിടെ ആയിരുന്നാലും ഇത് സംബന്ധിച്ച സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ദില്ലി നിവാസിയാണെങ്കിലും നിങ്ങളുടെ മൊബൈൽ നമ്പർ ദില്ലി രജിസ്ട്രേഷനിൽ ഉള്ളതാണെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ ആന്ധ്രാപ്രദേശ് സൈക്ലോൺ മേഖലയിലാണെങ്കിൽ അവിടെ നിങ്ങൾ എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. NDMA രൂപീകരിച്ച സജേദ് ആപ്പ് വളരെ ഗുണകരമാണ്. ഭാവിയിൽ ഇത് വളരെ പ്രയോജനവും നൽകും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നിൽ വരുന്നത്. തയ്യാറെടുപ്പും പ്ലാനിങ്ങും ശരിയായ നടപ്പിലാക്കലും ഉണ്ടെങ്കിൽ, നേരത്തെ നാം പറഞ്ഞതുപോലെ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ഏജൻസികളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനാകും. ഏത് ദുരന്തത്തിൽ നിന്നും നാം രക്ഷ നേടും. അതിനാൽ ആ ഫോർമുല, ആ മന്ത്രം നാം എപ്പോഴും ഓർക്കണം. ദില്ലി ലവ്ലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ നമുക്ക് പറഞ്ഞു തരും. ഉച്ചത്തിൽ പറയൂ, ആ മന്ത്രം എന്താണ്? ബി സ്മാർട്ട്, ബി പ്രിപ്പയർ. ബി സ്മാർട്ട്, ബി പ്രിപ്പയർ. നിങ്ങൾ സ്മാർട്ടായി തയ്യാറാവുക. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും മോചനം നേടുക. ദുരന്ത നിവാരണം എന്ന ഈ പ്രത്യേക പരിപാടിയുടെ ഈ ഭാഗം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.